എന്താ അടുത്ത ഓപ്ഷൻ? ഞാനൊന്ന് ശ്രമിക്കട്ടെ. ഇപ്പോ അവന്തികയുടെ അടുത്ത സുഹൃത്താണല്ലോ ഞാൻ. ആ വീട്ടില് ഇടയ്ക്ക് പോവാറുമുണ്ട്. എനിക്കത് ചിലപ്പോ സാധിച്ചേക്കും. അത്രയ്ക്ക് റിസ്ക് വേണോ? ഇത്രയും രഹസ്യമായിട്ട് നമ്മൾ കാര്യങ്ങൾ ഇവിടെ വരെ എത്തിച്ചു. ഇനി അപകടമാവരുത്. ഓഹോ, അപ്പൊ രഹസ്യങ്ങൾ രണ്ടും കൂടി ഇവിടം വരെ എത്തിച്ചു അല്ലേ? ഇനി അപകടമാവോന്ന് പേടിയുണ്ട്. ഇത് കൈയോടെ പിടിക്കാൻ വേണ്ടി തന്നെയാ ഞാൻ വന്നത്. എന്താ നിങ്ങൾ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്യുന്ന രഹസ്യം? ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ, എനിക്കും കൂടി അറിയണമല്ലോ. നീ ഒന്നും മിണ്ടായിരിക്കോ? നമ്മൾ സംസാരിച്ച വേറെ കാര്യങ്ങളാ. അങ്ങനെ ഇപ്പോഴേ എന്റെ വായ അടുപ്പിക്കാൻ നിങ്ങൾ നോക്കണ്ട. എനിക്കിതിന്റെ സത്യം എന്താണെന്ന് അറിഞ്ഞേ പറ്റൂ. എന്ത് സത്യം? നമ്മൾ തമ്മിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നിന്നോട് പറയാൻ പറ്റുമോ? അനാവശ്യ കാര്യങ്ങൾ ഇടപെടാതെ നീ നിന്റെ ജോലി നോക്ക്. അതെ, നിങ്ങളുടെ രഹസ്യങ്ങളൊന്നും എന്നോട് പറയാൻ പറ്റില്ലല്ലോ. അല്ല, എന്താ ഇവിടെ പ്രശ്നം? ഇവർ രണ്ടുപേരും കൂടി എന്നെ ചതിക്കുക. ഏത് നിമിഷവും പരസ്പരം രഹസ്യം പറിച്ചില്ല. ഞാൻ അടുത്ത് വരുമ്പോ വിഷയം മാറ്റും. എടി, ഒരു വീട്ടിൽ താമസിക്കുന്നവരല്ലേ, പരസ്പരം എന്തെങ്കിലും സംസാരിക്കുന്നതിന് രഹസ്യമാണെന്ന് നീ എന്തിനാ തെറ്റിദ്ധരിക്കുന്നത്? ഓ, അപ്പൊ എന്റെ തെറ്റിദ്ധാരണയാണല്ലേ? ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ അറിയാതെ ഇവർ രണ്ടുപേരും ഒരു രഹസ്യവും സൂക്ഷിക്കുന്നില്ലെന്ന് ഗൗരിമോളുടെ തലയെ തൊട്ട് സത്യം ചെയ്യട്ടെ. എന്താ, ഇവർക്ക് രണ്ടുപേർക്കും പറ്റുമോ? നിനക്ക് തലയ്ക്ക് പ്രാന്ത. അളിയ, ഈയിടെയായിട്ട് ഇവളുടെ സംശയരോഗം വളരെ കൂടുതലാണ്. പരസ്പരം കാണുമ്പോ ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും സംസാരിക്കുന്നതിന് ഇവള് സംശയിക്കുന്ന ഈ കുഴപ്പത്തിനെല്ലാം കാരണം. ഇവളെ ഏതെങ്കിലും നല്ലൊരു ഡോക്ടറെ കാണിക്കണം. ഇല്ലെങ്കിലേ ഇവളോടൊപ്പം സമാധാനമായിട്ട് ജീവിക്കാൻ എനിക്ക് പറ്റില്ല. താൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്ക. ഗോകുലം, ഞാനിതൊന്നും വെറുതെ പറഞ്ഞതല്ല. അതെ, എനിക്കൊന്നും കേൾക്കണ്ട. എടീ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീയായിട്ട് നിന്റെ ജീവിതം ഇല്ലാതാക്കരുത്. ഞാനിനി പറഞ്ഞില്ലെന്ന് വേണ്ട.